Hello everyone, welcome back to Silent Learning. It's me, Jamshad. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് അല്ലെങ്കിൽ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് നിങ്ങളുടെ എക്സാമിന് നിങ്ങൾ എന്തൊക്കെ പഠിക്കണം എന്നുള്ളതാണ്. ഈ ഒരു വീഡിയോ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആവറേജ് ഏതൊക്കെ രീതിയിൽ എന്തൊക്കെ കാര്യങ്ങൾ ആദ്യം മുൻകൂട്ടി പഠിച്ചു വെച്ചിട്ട് എക്സാമിന് പോകണം എന്നുള്ളത് മനസ്സിലാവും. കൂടാതെ 2-3 ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്യും. ഓക്കെ, നമുക്ക് സെറ്റ് അല്ലേ? നോക്കല്ലേ? ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി വരും എന്നുള്ള ഉറപ്പുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇങ്ങനെ ഒരു റീഡിംഗ് കോംപ്രഹെൻഷൻ ഏതെങ്കിലും ഒരു പോം തരും അല്ലെങ്കിൽ ഒരു സെന്റൻസ് തരും. ആ ഒരു സെന്റൻസിൽ നിന്ന് കുറച്ച് ക്വസ്റ്റ്യൻ ചെയ്തു. ഇവിടെ കഴിഞ്ഞ വർഷങ്ങളിൽ നിങ്ങൾക്ക് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ആക്ച്വലി ഒരു പോയം കൊടുത്തിട്ടുണ്ട്, ഒരു പിക്ചറും സ്കെയർ ക്രൗ എന്നുള്ള ആക്ച്വലി ഒരു കോലം വെക്കാറില്ലേ, ആ കോലത്തിന്റെ ഒരു പിക്ചറും കൊടുത്തിട്ട് അതിനെ പറ്റിയുള്ള ഒരു പോയമാണ്. എ സ്കെയർ ക്രൗസ് ജോബ് ഈസ് എ ബിസി വൺ. ഓക്കെ, അത് ബിസി ആയിട്ടുള്ള ജോബാണ് ആ കോലത്തിന്റേത്. ഹി മേക്സ് ദ ബേർഡ്സ് ഫ്ലൈ അവേ, എല്ലാ പക്ഷികളെയും അത് പറത്തി വിടുന്നു. അതുപോലെ ഹി കീപ്സ് ദം ഫ്രം ദ പ്ലാന്റ്, ആ ഒരു പ്ലാന്റ്സിൽ നിന്ന്. ഓക്കെ, ഇവിടെയുള്ള കുറെ കൃഷിയിടങ്ങളുണ്ട്, ആ കൃഷിയിലുള്ള സംഭവങ്ങളിൽ നിന്ന് അതിനെന്താക്കുന്നു, ദൂരെയാക്കുന്നു പക്ഷികളെ. ആൻഡ് ദാറ്റ് ഗ്രോ ഇൻ ദ സൺ ഓൾ ഡേ, രാവിലെ ആ ഒരു സൂര്യന്റെ വെളിച്ചത്തിൽ ഇങ്ങനെ ഓരോ ദിവസവും ഇങ്ങനെ വളർന്നുകൊണ്ടിരിക്കുന്ന അതിൽ നിന്ന് പക്ഷികളെ അകറ്റിവിടുന്നു. ഒരു വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു പോയം അല്ലേ. ദ സ്കെയർ ക്രൗ കീപ്സ് വെരി ബിസി, ഭയങ്കര ബിസിയുള്ള ആളാണ്. ആൻഡ് ഹി വർക്ക്സ് ത്രൂ ദ ഡേ, ആൻഡ് രാവിലെയും പകലും ഒക്കെ എന്താക്കുന്നു, ഹാർഡ് വർക്ക് ചെയ്യുന്നു. ഹി എൻജോയ് ദ സൈറ്റ്സ് ആൻഡ് സൗണ്ട്, അവിടെയുള്ള സൗണ്ടും സൈറ്റും ഒക്കെ എന്താവുന്നു, ഭയങ്കര എൻജോയ് ചെയ്യുന്നു. ഇറ്റ് മേക്സ് ഹിം ഫീൽ ജസ്റ്റ് റൈറ്റ്, ഇതെല്ലാം ശരിയാണെന്ന് അദ്ദേഹത്തിന് തോന്നുകയും ചെയ്യുന്നു. ഓക്കെ, ഇതൊരു സിമ്പിൾ പോം. ചിലപ്പോൾ ഈ ഒരു പോയം എക്സാക്ട്ലി എന്താക്കില്ല, ചിലപ്പോൾ റിപ്പീറ്റ് ചെയ്ത് മറ്റൊരു എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഇല്ല. എന്നാലും ഇതുപോലെ സിമ്പിൾ ആയിട്ടുള്ള ഒരു പോം തരും. എന്നിട്ട് സിമ്പിൾ ആയിട്ടുള്ള ഇങ്ങനത്തെ കുറച്ച് ക്വസ്റ്റ്യൻ തരും. ഹി മേക്സ് ദ ബേർഡ് ഫ്ലൈ, ഹു ഈസ് എ ഹി റെഫേർഡ് ടു. ഇവിടെ ഹി എന്ന് പറഞ്ഞത് ആരാ? ഇവൻ നമുക്ക് എന്താക്കിയിട്ടുണ്ട്, ഓപ്ഷൻസ് കൂടി കൊടുത്തിട്ടുണ്ട്. എന്താ അവിടെ കൊടുത്തത് നോക്കാം. എന്താണ്? കൗസ് കൊടുത്തിട്ടുണ്ട്, സ്കെയർ ക്രൗസ് കൊടുത്തിട്ടുണ്ട്, ക്രൗസ് കൊടുത്തിട്ടുണ്ട്. ഈസിയാണ്. ഇവിടെ എന്താണ് നമുക്കറിയാം, ഇവിടെ ഹി ഉദ്ദേശിച്ചത് സ്കെയർ ക്രൗ ആണ് അല്ലെ. അതുപോലെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ ജോബ് ഓഫ് ദ സ്കെയർ ക്രൗ? സ്കെയർ ക്രൗന്റെ ജോബ് എന്താണ്, ജോലി എന്താണ്? അത് ആക്ച്വലി അവിടെ എന്തുണ്ട്, ഇവിടെ നമുക്ക് പോയത്തിൽ നിന്ന് കിട്ടും. ഓക്കെ, ബിസി ആണ്. ഹി മേക്സ് ദ ബേർഡ്സ് ഫ്ലൈ അവേ അല്ലെ. സെക്കൻഡിന് ആൻസർ ഈസി ആയിട്ട് അതിൽ നിന്ന് കിട്ടുന്നതാണ്. അതിന്റെ ജോലി എന്താണ്? പക്ഷികളെ പാഴിച്ചുവിടുക, ഓടിച്ചുവിടുക എന്നുള്ളതാണ്. വാട്ട് ഈസ് ദ ജോബ് ഓഫ് ദ സ്കെയർ ക്രൗ നമ്മൾ പറഞ്ഞു. പിക്ക് ഔട്ട് ദ 2 pairs of rhyming words from the poem. റൈമിംഗ് വേർഡ്സ് എങ്ങനെ എടുക്കുക? അവസാനം ജസ്റ്റ് ഒന്ന് പറഞ്ഞു നോക്കിയാൽ മതി. ഏകദേശം സെയിം ആയിട്ടുള്ള, അവസാനത്തേക്ക് സെയിം ആയിട്ട് വരുന്നുള്ള ഏതെങ്കിലും വേർഡ്സ് അവസാനം റിപ്പീറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതായിരിക്കും നമ്മുടെ റൈം വേർഡ്സ്. ഇവിടെ ഏതാ ഉള്ളത്? ഓക്കെ, എവേ, അതുപോലെ തന്നെ ഡേ, ഈസിയാണ് അല്ലേ. ഓക്കെ, ദെൻ ഇവിടെ റൈറ്റ്, നൈറ്റ്. ഓക്കെ, ഇത്രയും 2 റൈമിംഗ് വേർഡ്സ് കൊടുക്കുമ്പോഴും ഈസിയാണ്. നിങ്ങൾക്ക് റൈമിംഗ് വേർഡ്സ് നോക്കാൻ അറിയാം. അതുപോലെ തന്നെ അത് വെച്ചിട്ട് റൈം സ്കീം ഉണ്ടാക്കാനും അറിയാം. ഓക്കെ, ഈസിയാണ്. ഇങ്ങനെ അതുപോലെ തന്നെ which line says that the scarecrow is hard working, ഭയങ്കര ഹാർഡ് വർക്കിംഗ് ആണെന്ന് മനസ്സിലാക്കുന്നത് എങ്ങനെയാ? as works through the day and night എന്ന് പറയുന്നുണ്ട് അല്ലേ. ഇവിടെ ആ ഒരു വേർഡിൽ നമുക്ക് മനസ്സിലാവും ഇത് ഹാർഡ് വർക്കിംഗ് ആണ്. ഇങ്ങനെ ജസ്റ്റ് നന്നായിട്ട് ആ ഒരു പോയം നന്നായിട്ട് നമ്മൾ വായിച്ചു നോക്കുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി അതിന്റെ എല്ലാത്തിന്റെയും ആൻസർ അവിടെ ഉണ്ടാവും. അപ്പോൾ ഒരു പോയം നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാം. അല്ലെങ്കിൽ ഒരു സെന്റൻസ് കൊടുത്തിട്ട് അതിൽ നിന്ന് ക്വസ്റ്റ്യൻ ഉണ്ടാകും. സെക്കൻഡ് വൺ, ഇന്നതാ ഈ ഒരു 2022-23 ക്വസ്റ്റ്യൻ പേപ്പറിലും ഈ ഒരു സംഭവം സെയിം ആയിട്ട് ആക്ച്വലി നിങ്ങളുടെ ഓണപരീക്ഷയ്ക്കും ഈ ഒരു സെയിം ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും ഒരു പോയം നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി ഉറപ്പായിട്ട് നിങ്ങളുടെ എക്സാമിന് ഉണ്ടാവുന്നതാണ്. ഇതൊരു പോയം ആക്ച്വലി എല്ലാ പോയം പഠിക്കേണ്ട ആവശ്യമില്ല, കാരണം ഈ ഒരു പോയം ആയിരിക്കില്ല എക്സാമിന് വരുന്നത്. സോ ഒരു പോയം നിങ്ങൾക്ക് ഉറപ്പായിട്ടും എക്സ്പെക്ട് ചെയ്യാം. ഓക്കെ, അതിന്റെ ക്വസ്റ്റ്യൻസ് ആണ് കൊടുത്തിട്ടുള്ളത്. ഇന്ന് ജസ്റ്റ് പോസ് ചെയ്തിട്ട് ഇതിന്റെ ആൻസേഴ്സ് ഒക്കെ ഈ ഒരു ക്വസ്റ്റ്യൻ നിന്ന് കണ്ടെത്താൻ ശ്രമിക്കുക. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത് ഇവിടെ ഒരു കാര്യത്തെ പറ്റിയിട്ട് ഒരു ഡിസ്ക്രൈബ് ചെയ്യാനുണ്ടാവും. ഓക്കെ, നമ്മൾ നരേറ്റീവ് എന്നൊക്കെ പറയാറുണ്ട്. ഓക്കെ, ഡിസ്ക്രിപ്ഷൻ ആണ്. നോക്കാം. ഡോണ്ട് യു റിമെമ്പർ രാജയെ ഓർമ്മയില്ലേ? വൺ ഡേ ഹിസ് അങ്കിൾ ടേക്സ് ഹിം ടു ബീച്ച്, അവനെയും കൊണ്ട് ബീച്ചിലേക്ക് പോയി. ഹി എൻജോയ്സ് ബ്യൂട്ടിഫുൾ സീൻസ്, അവിടെയുള്ള അടിപൊളി ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സീനുകളൊക്കെ അവൻ ഇഷ്ടപ്പെട്ടു, അവൻ കാണുന്നു. സം ചിൽഡ്രൻ ആർ പ്ലേയിങ് ഫുട്ബോൾ, ചില ആൾക്കാർ ഫുട്ബോൾ ഒക്കെ ഉണ്ട്, ചില ആൾക്കാർ കൈറ്റ്സിനെ പറത്തുന്നുണ്ട്. പിക്കിംഗ് ഷെൽസ് ആൻഡ് സ്റ്റാർ ഫിഷ്, അവിടെയുള്ള സ്റ്റാർ ഫിഷിനെ എടുക്കുന്നുണ്ട്, അവിടെയുള്ള ഷെല്ലുകൾ. ഓക്കെ, കടൽ തീരത്ത് കുറെ ഫിഷുകളും ഈ സ്റ്റാർ ഫിഷുകളും അതുപോലെ തന്നെ കക്കയൊക്കെ ഉണ്ടാവും, അത് പെറുക്കുന്നുണ്ട്. റൈറ്റ് ഡൗൺ എ ഡിസ്ക്രിപ്ഷൻ ഓഫ് ദ ബീച്ച്, ബീച്ചിനെ പറ്റി എഴുതാൻ. ഓക്കെ, അപ്പൊ ബീച്ചിനെ പറ്റി എന്തൊക്കെ നിങ്ങൾക്ക് എഴുതാൻ പറ്റും? സപ്പോസ് നിങ്ങൾ ഏതെങ്കിലും ഒരു ബീച്ച് പോകുന്ന സമയത്ത് അവിടെ എന്തൊക്കെയാണ് ഉണ്ടാവുക ജസ്റ്റ് വിഷ്വലൈസ് ചെയ്താൽ അതെങ്ങനെ എന്താക്കുക, ടെക്സ്റ്റ് ആക്കിയിട്ട് നിങ്ങൾ എന്താക്കുക എഴുതാം. അത്രേ ഉള്ളൂ. സോ സിമ്പിൾ ആയിട്ട് എഴുതാൻ പറ്റും. അതിനൊരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. എക്സാമ്പിൾ കൊടുത്തത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ എന്തെങ്കിലും നിങ്ങൾക്ക് എക്സാമിന് വരും എന്നുള്ളത് ഉറപ്പാണ് ഡിസ്ക്രിപ്ഷൻ എന്നുള്ളത്. അതുകൊണ്ട് എങ്ങനെ എഴുതാം എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ടാണ്. സോ ഇതാണ്. ഓക്കെ, നോക്കൂ, ദിസ് ഈസ് എ ബ്യൂട്ടിഫുൾ ബീച്ച്. ഓക്കെ, ഇത്
നല്ലൊരു അടിപൊളി ബീച്ചാണ്. നിങ്ങൾ പറയാം ഇതെന്താണ്, ഏത് ബീച്ചിനെ പറ്റി ചോദിക്കുകയാണെങ്കിലും ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ ബീച്ച്. മെനി ചിൽഡ്രൻ ഇസ് ദ ബീച്ച്. ബീച്ചിൽ ഇഷ്ടംപോലെ കുട്ടികളുണ്ട്. സം ചിൽഡ്രൻ പ്ലേയിങ് ഫുട്ബോൾ. ചില ആൾക്കാർ ഫുട്ബോൾ കളിക്കുന്നു. അതർ ചിൽഡ്രൻ ഫ്ലൈങ് കൈറ്റ്സ്. കൈറ്റിനെ പട്ടം പറത്തുന്നുണ്ട്. സം ചിൽഡ്രൻ ആർ പിക്കിംഗ് ഷെൽസ് ആൻഡ് സ്റ്റാർഫിഷ്. ഓൾറെഡി എവിടെയുണ്ട്, നമ്മുടെ ചോദ്യ പേപ്പറിലുള്ള ആ ഒരു സെയിം സംഭവം തന്നെയാണ്. Then there are many shops in the beach. ബീച്ചിൽ ഇഷ്ടംപോലെ ഷോപ്പ് ഉണ്ട്. ഉറപ്പല്ലേ ബീച്ചിൽ എന്തുണ്ടാവും? ഡെഫിനറ്റ്ലി കോഴിക്കോട് ബീച്ച് നിങ്ങൾക്ക് ഓർമ്മ വരാൻ മതി. ബീച്ചിൽ കുറെ പിന്നെ ഉപ്പിലിട്ടത് വെച്ചിട്ടുള്ള കുറെ ഷോപ്പുകൾ ഉണ്ട്. ബലൂൺ ഷോപ്പ് ഉണ്ട്, ഐസ്ക്രീം ഷോപ്പ് ഉണ്ട്, ടീ ഷോപ്പ് ഉണ്ട്, എക്സെട്ര. സം among them. അതൊക്കെയാണ് ചില ഷോപ്പുകളുടെ ഡിസ്ക്രിപ്ഷൻ, അല്ലെങ്കിൽ ഓരോ ഷോപ്പിനെ പറ്റി വിശദീകരിക്കുകയാണ്. ആൻഡ് എവറി പീപ്പിൾ ആർ എൻജോയിങ് ഇൻ ദ ബീച്ച്. ഡെഫിനറ്റ്ലി ബീച്ചിലുള്ള എല്ലാവരും എന്തായിരിക്കും, നല്ല എൻജോയിങ് ആയിരിക്കും. അതിനാണ് ആക്ച്വലി അവിടെ വരുന്നത്. 10 I love this beach very much. ഇത്രയും എഴുതുമ്പോഴേക്കും എന്തായി, ഡെഫിനറ്റ്ലി ഒരു ഡിസ്ക്രിപ്ഷൻ കംപ്ലീറ്റ് ആയി, നിങ്ങൾക്ക് അതിന്റെ മാർക്ക് കിട്ടി. സോ ഈസി അല്ലേ? നെക്സ്റ്റ് നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാവുന്ന മറ്റൊരു ക്വസ്റ്റ്യൻ ആണ് ഇങ്ങനെ ചിലതുണ്ടാവും, റീഅറേഞ്ച് ചെയ്യാൻ. ഓക്കെ, റെയർ ആയിട്ടെങ്കിലും ഉണ്ടാവാറുണ്ട് റീഅറേഞ്ച് ചെയ്യാൻ. ഓൾറെഡി ഉള്ള ഏതെങ്കിലും ഒരു ഇൻസിഡന്റിനെ റീഅറേഞ്ച് ചെയ്യാൻ. ഇതിന് ഡെഫിനറ്റ്ലി നിങ്ങൾ എന്താക്കണം, നന്നായിട്ട് എന്ത് ചെയ്യണം, നന്നായിട്ട് ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ നന്നായിട്ട് ആ ഒരു ചാപ്റ്റർ ഓർമ്മ ഉണ്ടെങ്കിൽ മാത്രമേ ഇത് മനസ്സിലാവുകയുള്ളൂ. ഓക്കെ, ദ ബുക്ക് ഓഫ് നേച്ചർ എന്നുള്ള ലെറ്ററിൽ ജവഹർലാൽ നെഹ്റു എന്താക്കുന്നുണ്ട്, ജവഹർലാൽ നെഹ്റുവിന്റെ തന്നെ മകൾക്ക് അയച്ച കുറച്ച് ലെറ്റേഴ്സ് ഇല്ലേ, ഓക്കെ, ആ ഒരു ലെറ്ററിലുള്ള ഒരു സംഭവങ്ങളാണ് ഇവിടെ ഇൻസിഡൻസ് ആണ് കൊടുത്തിട്ടുള്ളത്. അതെന്താക്കുക, ഓർഡറിലാക്കാനാണ്. ഓക്കെ, നിങ്ങൾക്ക് ആ ഒരു ചാപ്റ്റർ മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഈസി ആയിട്ട് ഓർഡർ ആക്കിയിട്ടുണ്ടാവും. ഇതിന്റെ ആൻസർ ഞാൻ ഇവിടെ ഓൾറെഡി കൊടുത്തു വെച്ചിട്ടുണ്ട്. ഈ ഒരു ഓർഡർ വെച്ചിട്ട് രണ്ടാമത്തതാണ് ഫസ്റ്റ് വരുന്നത്. വൺസ് അപ്പോൺ എ ടൈം എന്നുള്ളതാണ് ഫസ്റ്റ് വരേണ്ടത്. ഓക്കെ, ഇതാണ് ഫസ്റ്റ്. ഓക്കെ, ഇതാണ് അതിന്റെ ആക്ച്വലി ഓർഡർ വരുന്നത്. സോ നിങ്ങൾ എന്ത് ചെയ്യാം, ഇത് ഇങ്ങനെ ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം. ഓക്കെ, നെക്സ്റ്റ് വൺ വരുന്നത് എഡിറ്റിംഗ് ആണ്. പലപ്പോഴും പലർക്കും കിട്ടാവുന്ന അല്ലെങ്കിൽ പലർക്കും കൺഫ്യൂഷൻ ആവുന്ന ഒരു ഏരിയ ആണ് എഡിറ്റിംഗ് ഉള്ളത്. തീരെ കൺഫ്യൂഷൻ അടിക്കേണ്ട കാര്യമില്ല. ചില കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഈസി ആയിട്ട് കിട്ടും. അതിന്റെ കുറച്ച് ആൻസർ ചെയ്യുമ്പോഴേക്കും നിങ്ങൾക്ക് അതിന്റെ ഐഡിയ മനസ്സിലാവും. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ ഇവിടെ എന്താണ്, ഇവിടെ അണ്ടർലൈൻ കൊടുത്തിട്ടുണ്ട്. വെൻ ഐ ബിക്കം ദ ഓണർ ഇൻ എ ടൈനി ലിറ്റിൽ പീസ് ഓഫ് വൈഡ് എർത്ത്. ഈ ഒരു വലിയ വിശാലമായ ഭൂമിയുടെ എന്നാ പറഞ്ഞത്. ഭൂമിയുടെ എന്ന് പറയുമ്പോൾ ഇൻ, ഭൂമിയിൽ എന്നല്ല. അപ്പൊ അവിടെ എന്ത് വേണം, ഓഫ്. അതൊരു പ്രിപ്പോസിഷൻ ആണ് അല്ലെ. അപ്പോ അവിടെ അത് തെറ്റാണ്. ഇൻ എന്നുള്ളത് ഓഫ് ആക്കണം. സെക്കൻഡ് വൺ എന്താ, ഐ ഫീൽ വെരി ഹാപ്പി. ഞാൻ വളരെ സന്തോഷിക്കുന്നു എന്നല്ല, എനിക്ക് വളരെ സന്തോഷവാനായിരുന്നു, അല്ലെങ്കിൽ എനിക്ക് നല്ല രീതിയിൽ സന്തോഷം കിട്ടി. അത് പാസ്റ്റിലേക്ക് മാറ്റണം. ജസ്റ്റ് ഫീൽ എഴുതുന്നത് ഫെൽറ്റ് ആക്കേണ്ടിയിരിക്കുന്നതോ ടെൻസിന്റെ പ്രശ്നമാണ്. മൂന്നാമത്തത് ഇറ്റ് വാസ് 2 ഏക്കർ എന്നുള്ളത് എന്താ പ്രശ്നം? പെട്ടെന്ന് നോക്കുന്ന സമയത്ത് ഒരു പ്രശ്നം കാണുന്നില്ല, ഇറ്റിൽ ഒരു പ്രശ്നമില്ല. പക്ഷെ അവിടെ എന്താക്കണം, ക്യാപിറ്റൽ ലെറ്റർ കൊടുക്കണം. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഒരു പുതിയ സെന്റൻസ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് എന്താക്കണം, ഫുൾ സ്റ്റോപ്പിന് ശേഷം എന്താക്കണം, ക്യാപിറ്റൽ ലെറ്റർ കൊടുക്കണം. നെക്സ്റ്റ് വൺ ഇവിടെ കൊടുത്തിട്ടുള്ളത് എ ഓൾഡ് എന്നാ. ഒരിക്കലും എ ഓൾഡ് എന്ന് വരിക. കാരണം എന്താ, AEIOUന്റെ ആ ഒരു സൗണ്ട് വരികയാണെങ്കിൽ, വവൽ സൗണ്ട് വരികയാണെങ്കിൽ ആനാണ് കൊടുക്കേണ്ടത്. നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. ഓക്കെ, ആന് കൊടുക്കണം. ലാസ്റ്റ് ആൻഡ് ഫൈനൽ an old house where live could we. അതൊരു സെൻസ് കിട്ടുന്നില്ല അല്ലെ. അതെന്താണ്, ഒരു കറക്റ്റ് മീനിങ് തന്നിട്ടില്ല. അപ്പൊ അതിന്റെ ഓർഡർ തെറ്റിയതാണ്. വി കുഡ് ലിവ് എന്നാണ് അതിന്റെ എക്സാക്ട് സംഭവം വേണ്ടത്. സോ അതാണ് അതിന്റെ വേർഡ് ഓർഡർ തെറ്റിപ്പോയതാണ്. സോ ഇത്രയും കാര്യങ്ങൾ ചിന്തിക്കുമ്പോൾ എന്തായി, എഡിറ്റിംഗ് ഈസി ആയി. നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു എക്സ്ട്രാ ഒരു എഡിറ്റിങ്ങിന് മറ്റൊരു ആക്ടിവിറ്റി തരികയാണ്. ഓക്കെ, ഇതാ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ എന്താണ് നോക്കാം. സോ ദ കിങ് സെന്റ് ഫോർ ദ ഓൾഡ് മാൻസ് ഫാദർ, ദേ ഫൈൻഡ് him. ഓക്കെ, ഫൈൻഡ് എന്നുള്ളത് നേരത്തെ ആ ഒരു ടെൻസിന്റെ സംഭവം നിങ്ങൾക്ക് മനസ്സിലാകും. മാൻസ് എന്നുള്ളത് എന്താണ്, ആ ഒരു അപ്പോസ്ട്രോഫി വിട്ടുപോയാൽ നിങ്ങൾക്ക് ഈസിയായി മനസ്സിലാകും. ആൻഡ് ബ്രോട്ട് ഹെർ എന്നാ പറഞ്ഞുള്ളത്. ഹെർ എന്ന് എപ്പോഴാ പറയാ, അത് പെണ്ണാണെങ്കിലാണ് പറയാ. ഇവിടെ പെണ്ണാണോ, അല്ല. അപ്പൊ ഹി ആണ് വേണ്ടത്, അതും മനസ്സിലായി. ആൻഡ് ഹി എൻജേർഡ്. ഓക്കെ, ഇവിടെ എന്താണ്, ഒരു ഫുൾ സ്റ്റോപ്പിന് ശേഷം ഹി വരികയാണെങ്കിൽ, ഏത് വരികയാണെങ്കിലും അത് ക്യാപിറ്റൽ ലെറ്റർ വേണം. നമ്മൾ ഓൾറെഡി പറഞ്ഞു. അപ്പൊ അവിടെ എന്താക്കണം, ക്യാപിറ്റൽ ലെറ്റർ കൊടുക്കുക. ആൻഡ് ഹിസ് വേർ ഐസ് ക്ലിയർ. വേർ ഐസ് എന്ന് പറയോ, ഐസ് വേഴ്സ് എന്നല്ലേ പറയാ, ഐസ് വേഴ്സ്. ഓക്കെ, അങ്ങനെയാണ് പറയാ. ഓക്കെ, അതിന്റെ ഓർഡർ തെറ്റിയതാണ്. സോ ഇത്രയും സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എഡിറ്റിംഗ് മനസ്സിലാകും. ഇതിന്റെ ആൻസറും ആക്ച്വലി ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഈസി ആയിട്ടുള്ള മറ്റൊരു ക്വസ്റ്റ്യൻ തന്നിരുന്നതാ. ഈ ഒരു എഡിറ്റ് നിങ്ങൾ തന്നെ എഡിറ്റ് ചെയ്തിട്ട്, അല്ലെങ്കിൽ ഇതിന്റെ കറക്റ്റ് ആൻസർ ജസ്റ്റ് കമന്റ് ബോക്സിൽ ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു പ്രാക്ടീസിന് വേണ്ടി കൊടുത്താണ്. നിങ്ങൾക്ക് മനസ്സിലായോ എന്നുള്ളത്. ഓക്കെ, ഇറ്റ് വാസ് എ 2 acre plot by coconut palm. ബൈ എന്നാണോ അവിടെ വരിക. ഓക്കെ, there were mongooses in the bamboo thicket and there was foxes in the stand. അവിടെ there എന്നുള്ളത് മിസ്റ്റേക്ക് ഉണ്ട്. അതുപോലെ തന്നെ അത് നിങ്ങൾക്ക് അറിയാം, ആ ഒരു ഫുൾ സ്റ്റോപ്പ് കാണുമ്പോഴേക്കും എന്താണ് അതിന്റെ ആൻസർ എന്നുള്ളത്. ഓക്കെ, ആ ഒരു ലെറ്ററിൽ നിന്ന് മനസ്സിലാകും ഇവിടെ എന്താണ് മിസ്റ്റേക്ക് എന്നുള്ളത്. വാസ് വന്നു. ഓക്കെ, അവിടെ എന്താ മിസ്റ്റേക്ക് നിങ്ങൾക്ക് മനസ്സിലാവും. ഞാൻ ഇതിന് എക്സാക്ട് ആൻസർ പറയുന്നില്ല, നിങ്ങൾ എന്താക്കുക കമന്റ് ചെയ്യുക. ഓക്കെ, ഇവിടെ റെഡി ടു പൗണ്ട്സ് ഓൺ എ ഹെൻസ്. പൗണ്ട്സ് ഓൺ എ ഹെൻസ്. അവിടെ എയും ആനും ചേർക്കേണ്ട ഒരു സംഭവമല്ല, വേറെ ആർട്ടിക്കിൾ ഉണ്ട്. അത് ഏതാണെന്ന് കണ്ടുപിടിച്ചിട്ട് എന്താക്കുക നിങ്ങൾ ചേർക്കുക. പൗണ്ട്സസിൽ ഒരു ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്, അതും കണ്ടുപിടിച്ചിട്ട് കമന്റ്
ബോക്സിൽ നിങ്ങൾ എന്താക്കണം, കറക്റ്റ് ആൻസർ പറയണം. ആരെങ്കിലും കറക്റ്റ് ആൻസർ പറയുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾ എന്ത് ചെയ്യണം, അതിന് ലൈക്ക് കൊടുക്കുക വേണം. നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ ആണ്, ഒരു പോസ്റ്റർ ഉണ്ടാക്കാൻ തരും. ഡെഫിനറ്റ്ലി ഒരു പോസ്റ്റർ ഉണ്ടാക്കാൻ ഉറപ്പായിട്ടും നിങ്ങളുടെ എക്സാമിന് ഉണ്ടായിരിക്കുന്നതാണ്. ഇവിടെ സേവ് വാട്ടർ എന്നുള്ള ഒരു ഇതിനെ പറ്റിയിട്ട് ഒരു പോസ്റ്റർ ഉണ്ടാക്കാൻ വേണ്ടി, പോസ്റ്റർ ഉണ്ടാക്കുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ജസ്റ്റ് എന്താക്കുക, ഒരു ബോക്സ് വരയ്ക്കുക. പിന്നെ അതിൽ എന്തുണ്ടാവണം, ഡെഫിനറ്റ്ലി ഇവിടെ പറഞ്ഞ നല്ലൊരു ഹെഡിങ്, അടിപൊളി ഹെഡിങ് കൊടുക്കണം. അതുപോലെ തന്നെ ക്യാപ്ഷൻസ് കൊടുക്കണം. ഓക്കെ, പ്ലക്കാർഡിലൊക്കെ ഉണ്ടാകുന്ന പോലെ ഒരു ക്യാപ്ഷൻ, ഒരു പോസ്റ്റർ ആകുന്ന സമയത്ത് ക്യാപ്ഷൻ വേണം. അതുപോലെ മെസ്സേജുകളും വേണം. ഡെഫിനറ്റ്ലി ഒരു സേവ് വാട്ടറിനെ പറ്റി ആകുന്ന സമയത്ത് ഇഷ്ടംപോലെ മെസ്സേജുകൾ നിങ്ങൾക്ക് ഓൾറെഡി പഠിച്ചിട്ടുണ്ടാവും. ഏതൊരു സബ്ജക്ട് ആണെങ്കിലും അത് റിലേറ്റഡ് ആയിട്ട് അടിപൊളി മെസ്സേജുകളും കൊടുത്തു കഴിഞ്ഞാൽ, കുറച്ച് ഡെക്കറേഷനും കൊടുത്തു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി അതിന്റെ മാർക്ക് കിട്ടി. മറ്റൊരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഒരു കോൺവെർസേഷൻ ആണ്. ഒരു കോൺവെർസേഷൻ ചെയ്യുന്ന സമയത്ത് ഇവിടെ ജസ്റ്റ് ഒരു കോൺവെർസേഷന്റെ എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. ഇത് തന്നെ ആയിരിക്കണമെന്നില്ല എക്സാമിന്, അതുകൊണ്ട് തന്നെ ഇതിന്റെ എക്സാമ്പിൾ നമ്മൾ ചെയ്യുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഒരു കോൺവെർസേഷൻ കിട്ടുന്ന സമയത്ത് എന്തൊക്കെ അതിൽ ഇൻക്ലൂഡഡ് ആക്കണം, അല്ലെങ്കിൽ എങ്ങനെ ചെയ്യണം എന്നുള്ളതാണ് പറയുന്നത്. എക്സ്പ്രസ് ഐഡിയാസ് ആൻഡ് ഫീലിംഗ്സ് റിലവന്റ് ടു ദ കോണ്ടെക്സ്റ്റ്. ആ ഒരു സിറ്റുവേഷനിൽ എന്താണോ അവരുടെ ആ ഒരു ക്യാരക്ടേഴ്സിന്റെ ഐഡിയ പറയേണ്ടത്, അവരുടെ ഫീലിംഗ് എന്താണോ അത് നമ്മൾ എന്താക്കുക, എഴുതുക. നെക്സ്റ്റ് യൂസസ് വെൽ പെർഫോംഡ് എക്സ്പ്രഷൻ. നല്ല എക്സ്പ്രഷൻസ് യൂസ് ചെയ്യാം. ഓക്കെ, നമുക്കറിയാം ചില സമയത്ത് ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കേണ്ടെങ്കിൽ ക്വസ്റ്റ്യൻ ആ ഒരു മാർക്ക് കൊടുക്കുക, എക്സ്ക്ലമേഷൻ മാർക്കുകൾ കൊടുക്കുക. അങ്ങനെ എക്സ്പ്രഷൻസ് ഒക്കെ അടിപൊളിയായിട്ട് ചെയ്യുക. പ്രോപ്പർ സീക്വൻസിങ് ഓഫ് എക്സ്ചേഞ്ചസ്, പരസ്പരം ഇങ്ങനെ മാറ്റണം അല്ലെ. ഒരാൾ ഹൗ ആർ യു പറഞ്ഞു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി അതിൽ എന്താക്കണം, ഐ ആം ഫൈൻ എന്നുള്ളൊരു സംഭവം തിരിച്ചു കൊടുക്കണം. അങ്ങനെ എങ്ങനെ എക്സ്ചേഞ്ചുകൾ വേണം. ദെൻ യൂസസ് അപ്രോപ്രിയേറ്റ് ഡയലോഗ്സ്, കറക്റ്റ് ഡയലോഗുകൾ എന്താക്കുക, യൂസബിൾ ആയിട്ടുള്ള ഡയലോഗുകൾ ചേർത്ത് കൊടുക്കുക എന്നുള്ളതാണ്. കൂടുതൽ ചിന്തിക്കാനൊന്നുമില്ല, ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. ജസ്റ്റ് കോൺവെർസേഷൻ നമ്മൾ ഓൾറെഡി ചെയ്യുന്നതാണ്. ഓക്കെ, സെറ്റ് അല്ലേ. ദെൻ മറ്റൊരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള, കൂടുതൽ മാർക്കിന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് സ്പീച്ച്. ഓക്കെ, പല വിഷയങ്ങൾ, ഓക്കെ, നമ്മുടെ കോണ്ടംപററി ഇഷ്യൂസ് ഒക്കെ ആയിട്ടുള്ള പല വിഷയങ്ങൾ എന്താക്കും, ഇതുപോലെ സ്പീച്ച് തരും, ഇങ്ങനത്തെ കുറച്ച് ഹിന്റ്സുകളും തരും. ഓക്കെ, ആ എങ്ങനെ സ്പീച്ച് എഴുതണം എന്നുള്ളതാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കണം. സാല്യൂട്ടേഷൻ വേണം, റെസ്പെക്ട് ടീച്ചേഴ്സ് ആൻഡ് മൈ ഡിയർ ഫ്രണ്ട്സ് ഉള്ള ഒരു സ്റ്റാർട്ടിങ് വേണം. ദെൻ ആ ഒരു കോണ്ടെക്സ്റ്റ് റിലേറ്റഡ് ആയിട്ട് പറയണം. ജസ്റ്റ് വെറുതെ തള്ളി മറിക്കരുത്, ഉള്ള സംഭവങ്ങൾ ജസ്റ്റ് പറയാം. ദെൻ പ്രോപ്പർ സീക്വൻസ് ഓഫ് ഐഡിയാസ്, പുതിയ പുതിയ ഐഡിയാസ് ഇങ്ങനെ ഗ്രാജുവലി എന്താണ് ഡെവലപ്പ് ചെയ്ത് വരണം. ഫസ്റ്റ് സ്റ്റാൻസിൽ പറഞ്ഞ ഫസ്റ്റ് പാരഗ്രാഫ് പറഞ്ഞ ഐഡിയ എന്താക്കരുത്, രണ്ടാമത്തെ പാരഗ്രാഫ് പറയുന്നത്. ഓക്കെ, ഒരു ഐഡിയ പറയാം, മറ്റൊരു ഐഡിയ പറയാം. ദെൻ യൂസസ് വെൽ പെർഫോംഡ് എക്സ്പ്രഷൻ, നേരത്തെ പറഞ്ഞ പോലെ നല്ല എക്സ്പ്രഷൻസ് ഒക്കെ യൂസ് ചെയ്യാം. ദെൻ ലാസ്റ്റ് കൺക്ലൂഷൻ, നിങ്ങളുടെ പറഞ്ഞതിന്റെ ആ ഒരു ഐഡിയയുടെ കൺക്ലൂഷൻ ലാസ്റ്റ് കൊടുക്കുകയും ചെയ്തു കഴിഞ്ഞാൽ, ലാസ്റ്റ് ഒരു ഐ ഡോണ്ട് പ്രൊലോങ് മൈ വേർഡ്സ്, താങ്ക്സ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി അതൊരു സ്പീച്ച് ആയി പറയും. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഈസി ആയിട്ട് നിങ്ങൾക്ക് എന്താക്കാം, എക്സാമിന് ഫുൾ മാർക്ക് നേടാനുള്ള എല്ലാ സംഭവങ്ങളും മനസ്സിലായിട്ടുണ്ടാവും. ഐ ഹോപ്പ് യു ഗൈസ് കുഡ് അണ്ടർസ്റ്റാൻഡ് എവറിത്തിങ് വാട്ട് ഐ ഹാവ് സെഡ് ടുഡേ. നിങ്ങൾക്ക് എല്ലാം മനസ്സിലായെന്ന് കരുതുന്നു. നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി ഒരിക്കലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോയത്. അതുപോലെ തന്നെ ഇതുപോലത്തെ ധാരാളം വീഡിയോസ് ഇനി വരുന്നതാണ്, ഓൾറെഡി വന്നിട്ടുണ്ട്. ഇതൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് സബ്സ്ക്രൈബ് ചെയ്യാം. അതുപോലെ തന്നെ ലൈക്ക് വെക്കാൻ വേണ്ട പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ. പിന്നെ നേരത്തെ പറഞ്ഞ എഡിറ്റിംഗിന്റെ കമന്റ്, എക്സാക്ട് ആൻസർ കമന്റ് ബോക്സിൽ എഡിറ്റ് ചെയ്യാം. അപ്പോൾ ലെറ്റ്സ് സീ അനദർ വീഡിയോ വിത്ത് അനദർ സെഷൻ. അണ്ടിൽ ദെൻ ഇറ്റ്സ് ബൈ. താങ്ക് യു.